ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ആർ എൽ സർക്യൂട്ട്, ആർ സി സർക്യൂട്ട്, ഇതിൻ്റെ സിനുസോയിഡൽ എക്സൈറ്റേഷൻ കംപ്ലീറ്റ് സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ത്രൂ ലാപ്ലേസ് ട്രാൻസ്ഫോം മെത്തേഡ്. അപ്പം നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആർ എൽ സി സർക്യൂട്ട്. ഓക്കെ, അപ്പം മൂന്നും ആർ എൽ ആയിക്കോട്ടെ, ആർ സി ആയിക്കോട്ടെ, ആർ എൽ സി ആയിക്കോട്ടെ, അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് രണ്ടാമത്തത് പഠിക്കാൻ സിമ്പിളായിരിക്കും. നോക്കാം. അപ്പോൾ ആർ എൽ സി സർക്യൂട്ട് എന്താണ്? സർക്യൂട്ടാണ് വരച്ചിരിക്കുന്നത്. ഇ ഓഫ് ടി ആണ് വോൾട്ടേജ് ഇൻപുട്ട്. ഇ ഓഫ് ടി സിക്കൽ ടു ഇ എം സൈൻ ഒമേഗ ടി ആണ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഐ ഓഫ് ടി ആണ് കറണ്ട്. റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലൈയിങ് കെ വി എൽ വി ഗെറ്റ് ഇ ഓഫ് ടി സിക്കൽ ടു എന്തുണ്ട്? ആർ ഇൻറ്റു ഐ ഓഫ് ടി പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ഓഫ് ടി ബൈ ഡി ഐ ബൈ ഡി ടി പ്ലസ് 1/c ഇൻ്റഗ്രൽ ഐ ഓഫ് ടി ഡി ടി. ഐ അല്ല, ഐ ഓഫ് ടി ഡി ടി. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇ ഓഫ് ടി ഉള്ളത് ഇ ഓഫ് എസ്, ഐ ഓഫ് എസ് ഇൻറ്റു ആർ, എൽ ഡി ഐ ഓഫ് ടി ബൈ ഡി ടി. അപ്പം എൽ ഇൻറ്റു ഡിഫറൻഷ്യലാണ് വരുന്നത്. അപ്പം എൽ ഇൻറ്റു എസ് ഐ ഓഫ് എസ് എന്ന് വരും അല്ലേ? എസ് ഐ ഓഫ് എസ് എന്ന് വരും. 1/c. പിന്നെ ഇൻ്റഗ്രലിൻ്റെത് എപ്പോഴും ഡിവൈഡ് ബൈ എസ് വരും. അപ്പം 1/cs ഇൻറ്റു ഐ ഓഫ് എസ്. നമ്മളിപ്പം കപ്പാസിറ്റർ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഇ ഓഫ് എസ് ഈക്വൽ ടു ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് എൽ എസ് ഇൻറ്റു 1/cs എന്ന് എഴുതി. എന്നിട്ട് ഐ ഓഫ് എസ് ഈക്വൽ ടു എന്ത് ചെയ്തു? ഇ ഓഫ് എസ് ഡിവൈഡ് ബൈ ആർ പ്ലസ് എൽ എസ് പ്ലസ് 1/cs എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ ഇനി ചെയ്യുന്നത് എന്താണ്? ഇ ഓഫ് എസ്. നമ്മൾ ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇ എം സൈൻ ഒമേഗ ടി ആണ് അല്ലേ? ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി ആണ്. അപ്പം ഇ ഓഫ് എസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി. അപ്പം ഇ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ എം സൈൻ ഒമേഗ ടി. അപ്പോൾ അതെന്ത് വരും? ഒമേഗ ഇ എം ബൈ സൈൻ ഒമേഗ ടി ഉള്ളത് എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇ ഓഫ് ടി ഇത് ഒമേഗ ഇ എം ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അത് ഇൻറ്റു എന്ത് ചെയ്തു? 1/, നമുക്ക് ഇത് എസ് പ്ലസ് എ അല്ലെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് എസ് ഇൻറ്റു ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിനോമിനേറ്ററിന്, ഈ ഒരു ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിന് നമ്മൾ എന്ത് ചെയ്തു? എൽ ബൈ എസ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എൽ ബൈ എസ് കോമൺ ആയിട്ട് എടുക്കുമ്പം എസ് സ്ക്വയർ, അപ്പം നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൽ എസ് കിട്ടില്ലേ? എസ് എസും പോയി എൽ എസ് കിട്ടും. പ്ലസ് ഈ വീണ്ടും എൽ ബൈ എസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം ക്യാൻസലായി പോയി ആർ ബൈ ഒരു എസ് ഉണ്ടല്ലേ, ആറ് കിട്ടും. എസും ക്യാൻസലായി പോവും. എൽ എസ് പ്ലസ് ആർ പ്ലസ് 1/cs ഇങ്ങനെ തന്നെ കിട്ടും. അതായത് എൽ എസ് പ്ലസ് ആർ പ്ലസ് 1/cs തന്നെ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി എൽ ബൈ എസ് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് നമുക്ക് ഒന്നിക്കൽ ഡയറക്റ്റ് കെ വി എൽ അപ്ലൈ ചെയ്ത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനെയും ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരച്ചിട്ട്, ട്രാൻസ്ഫോംഡ് സർക്യൂട്ട് വരക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇ ഓഫ് ടിനെ ഇ ഓഫ് എസ് എന്ന് വരച്ച്, ആർ സെയിം തന്നെ, ഇൻഡക്ടറിനെ എൽ എസ് എന്ന് വരച്ചു, കപ്പാസിറ്ററിനെ 1/cs എന്ന് എഴുതി, ഐ ഓഫ് ടിക്ക് വരെ ഐ ഓഫ് എസ് എന്ന് എഴുതി. സാധാരണ നമ്മൾ പറയുന്ന പോലെ തന്നെ. ദർഫോർ ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഒമേഗ ഇ എം എൽ. ഈ എൽ ബൈ എസ് എന്നുള്ളതിന് നമ്മൾ നേരെ മുകളിലോട്ട് എടുത്തു. അപ്പം എന്ത് കിട്ടും? എസ് ബൈ എൽ എന്ന് വരില്ലേ? ആ എസ് ബൈ എല്ലിൻ്റെ എല്ലാണ് ഈ ഒമേഗ ഇ എം ബൈ എൽ ഇൻറ്റു ഈ എസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തൊക്കെ വരും? എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വരും. അതുപോലെ എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ എസ് പ്ലസ് 1/LC വരും അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ ഇതിലിപ്പം പാർഷ്യൽ ഫ്രാക്ഷൻ വഴി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എസ് സ്ക്വയർ എസ് റേസ് ടു 4 ആണ് മാക്സിമം പവർ വരുന്നത്. അപ്പം 4 ടേംസിൻ്റെ എക്സ്പാൻഷനൊക്കെ വരും. അപ്പം എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് 1/LC. ഇത് നമ്മൾ ആർ എൽ സി സർക്യൂട്ട് വിത്ത് ഡി സി എക്സൈറ്റേഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേസ് 1, കേസ് 2, കേസ് 3 3 കേസസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. നോക്കാം. The roots of quadratic equation in the denominator of equation may be real
റിയൽ ഓർ കോംപ്ലക്സ്. റിയൽ ആവാം, കോംപ്ലക്സ് ആവാം. ഹെൻസ് യു ഹാവ് ദ ഫോളോയിങ് 3 കേസസ്. 3 കേസ് ഓഫ് റെസ്പോൺസ്, 3 റെസ്പോൺസ് ഉണ്ട്. ഫസ്റ്റ് കേസ് 1, ദ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ആർ റിയൽ ആൻഡ് ഈക്വൽ. റിയൽ ആൻഡ് ഈക്വൽ. ദ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആർ റിയൽ ആൻഡ് ഈക്വൽ. അപ്പോൾ റൂട്ട്സ് റിയലും ഈക്വലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ക്രിട്ടിക്കലി ഡാംപ്ഡ് സിസ്റ്റംസ് ആയിരിക്കും അല്ലേ. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് റിയലാണ്. അതുപോലെ 2 റൂട്ട്സ്, ഇപ്പോൾ S1 S2 എന്നുള്ള 2 റൂട്ട്സ് ഉണ്ടാവും. ആ 2 റൂട്ട്സും റിയലും ഈക്വലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കലി ഡാംപ്ഡ് ആണ്. അപ്പോൾ ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഡാമ്പിങ് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, ക്രിട്ടിക്കലി ഡാംപ്ഡിൻ്റെ വേവ് ഫോം വരച്ചാൽ നമ്മൾ ഇങ്ങനെ, ഇപ്പോൾ ഒരു സൈൻ വേവ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഡാമ്പിങ് ആയിട്ട് പ്യുവർ സൈൻ വേവ് ആയിട്ട് പോകും. അതാണ് ക്രിട്ടിക്കലി ഡാംപ്ഡ്. ഓക്കെ. പിന്നെ ഓവർ ഡാംപ്ഡ് ആണ് അണ്ടർ ഡാംപ്ഡ്. അണ്ടർ ഡാംപ്ഡ് ആണെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെ സൈൻ വേവ് തന്നെ കൂടി 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 പോകും, ഡാമ്പിങ് ഇല്ലാണ്ട്. ഓവർ ഡാംപ്ഡ് ആണെങ്കിൽ നല്ലോണം കുറഞ്ഞ് 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 വരും. ഓക്കെ, അതാണ് ഓവർ ഡാംപ്ഡ്, അണ്ടർ ഡാംപ്ഡ്, ക്രിട്ടിക്കലി ഡാംപ്ഡ് എന്നുള്ളതിൻ്റെ കണ്ടീഷൻസ്. അപ്പം റൂട്ട്സ് ആർ ക്വാഡ്രാറ്റിക്, ദ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആർ റിയൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആയിരിക്കും. അപ്പോൾ ലെറ്റ് S² പ്ലസ് നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അതിന് നമ്മൾ S+a² എടുത്തു. അതായത് 2 റൂട്ടും റിയലാണ്. അതുകൊണ്ട് S+aയും സെയിം തന്നെ, 2 S+a എടുത്ത് അല്ലേ. അത് രണ്ടും സെയിം ആയതുകൊണ്ട്. ഇപ്പോൾ ഡിഫറെൻ്റ് ആണെങ്കിൽ നമ്മൾ S+aയും S+bയും എടുക്കും. ഓക്കെ, ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് S+a² എന്ന് എഴുതി. S is equal to minus a is the real roots of the quadratic form. ഓക്കെ, ഈക്വലാണ്, റിയലാണ്. നൗ ഇനി നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ S-a² എന്ന് എഴുതി. ബാക്കിയുള്ള ടേം അതുപോലെ ഉണ്ടല്ലോ, S² പ്ലസ് ω². അപ്പോൾ ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യും. നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. ω(EM_LS/S² പ്ലസ് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ന്യൂമറേറ്റർ സെയിം, ഡിനോമിനേറ്ററിൽ എസ്, ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് പകരം S+a² എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇതിന് എത്ര ടേംസ് ഉണ്ടാവും? മൊത്തം 4 ടേംസ് ഉണ്ടാവും. അതായത് S² അല്ലേ, 4 ടേംസ് ഉണ്ട്. S²ഉം S² വരുന്നില്ലേ, അപ്പോൾ 4 ടേംസ് വരും. എസിൻ്റെ പവർ മാക്സിമം S⁴ വരെ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം a/S+a, b/S+a² പ്ലസ് C'(S+d/S² പ്ലസ് ω). C' എടുത്തത് കപ്പാസിറ്റർ സിയും ഈ ഒരു സിയും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 ടേം ഉള്ളത് വന്നു. കാരണം ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ 4 ടേം ആയില്ലേ. CS/S² പ്ലസ് ω² വരും, D/S² പ്ലസ് ω² വരും അല്ലേ. ഇനി ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ABCD ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ABCD ഒന്നും കണ്ടുപിടിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് അതങ്ങ് എഴുതി. ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പം S+a എഴുതി e⁻at അല്ലേ. അപ്പം a e⁻at പ്ലസ് B(S² ആകുമ്പം BT(e⁻at). S²ൻ്റെത് T ആണ്, അതുകൊണ്ട് അല്ലേ. അപ്പോൾ S+a² വരുമ്പം T(e⁻at) വരും. BT(e⁻at) പ്ലസ് IM1 sin ωt പ്ലസ് ഓർ മൈനസ് 5 അല്ലേ. അപ്പം ഇത് ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇത് മുന്നത്തെ നമ്മൾ ശരിക്കും ആക്ച്വലി ചെയ്യേണ്ടത് എയും ബിയും സിയും കണ്ടുപിടിച്ച് C', D' ഒക്കെ കണ്ടുപിടിച്ച് ഓരോ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ RCയിലൊക്കെ ചെയ്തില്ലേ, ട്രയാങ്കിളൊക്കെ വരച്ച് ഓരോന്നിനും വാല്യൂസൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഇവരത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതുകൊണ്ട് അത് സിമ്പിളായിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി. ഓക്കെ, അപ്പോൾ e⁻at ഈ 2 ടേം എന്താണ്? T=∞ ആകുമ്പോൾ 0 ആവും. അതുകൊണ്ട് ഇതെന്താണ്? ട്രാൻസിയൻ്റ് ആണ്. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഇക്വേഷൻ കിട്ടി, ട്രാൻസിയൻ്റ് ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ്, where IM1 is the maximum value of steady state current. ഇനി ഇതുപോലെ കേസ് 2. അപ്പോൾ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ആർ റിയൽ. ഇപ്പോൾ റിയൽ ആണ്,
ബട്ട് അൺഈക്വൽ ആണ്. അപ്പം ഞാൻ പറഞ്ഞു എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ എടുക്കുന്നതിന് പകരം എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി എടുക്കണം. അപ്പം എന്ത് ചെയ്യും? ഓവർ ഡാംപ്ഡ് റെസ്പോൺസ് ഫോർ സീറ്റ ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഈ ഒരു കേസിൽ ഓവർ ഡാംപ്ഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ ആണെങ്കിൽ ക്രിട്ടിക്കലി ഡാംപ്ഡ്, റൂട്ട്സ് ആർ റിയൽ ആൻഡ് അൺഈക്വൽ ആണെങ്കിൽ ഓവർ ഡാംപ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിനെ എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് 1 ബൈ എൽ സി. ഇതിന് നമുക്ക് എസ് പ്ലസ് ബിയും എസ് പ്ലസ് സിയും, നേരത്തെ എസ് പ്ലസ് എ എന്ന് എടുത്തു, അപ്പം എക്ക് പകരം സ്മോൾ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ സിയും എടുത്തു. ഓക്കെ, അപ്പോൾ 2 ടേം എസ് പ്ലസ് ബിയും എസ് പ്ലസ് സി ആയിട്ട് 2 റൂട്ട്സ് ആണെന്ന് എടുത്തു. വേർ എസ് ഈക്വൽ ടു മൈനസ് ബി ആൻഡ് എസ് ഈക്വൽ ടു മൈനസ് സി ആർ ദി റിയൽ റൂട്ട്സ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി എന്ത് ചെയ്യും? അപ്ലൈയിങ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സി ഡാഷ് ബൈ എസ് പ്ലസ് ബി ഡി ബൈ എസ് പ്ലസ് സി ഓക്കെ എസ് പ്ലസ് എഫ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം ഈ കോൺസ്റ്റൻറ്റ് K1 K2 K3 എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? K1 ബൈ എസ് പ്ലസ് ബി പ്ലസ് K2 ബൈ എസ് പ്ലസ് സി പ്ലസ് K3 ഇൻറ്റു എസ് പ്ലസ് K4 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇങ്ങനെ എഴുതിക്കൂടെ? നിങ്ങളിഷ്ടം പോലെ ഏത് കോൺസ്റ്റൻറ്റ്, ഇപ്പം ഞാനിവിടെ ഓരോ കോൺസ്റ്റൻറ്റ് എടുത്തു മാത്രം, കൺഫ്യൂഷൻ ആവരുത്. എസ് പ്ലസ് സ്മോൾ ലെറ്റർ സി ആണ്, കപ്പാസിറ്ററിൻ്റെ സി അല്ല, കോൺസ്റ്റൻറ്റ് സി ഡാഷ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്. ഓൺ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വി ഗെറ്റ്, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ സി ഡാഷ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി പ്ലസ് ഡി ഇ റേസ് ടു മൈനസ് സി ടി പ്ലസ് IM2 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് 5/2. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഇക്വേഷനിൽ എത്തുന്നത്. അപ്പം കോംപ്ലക്സ് ആയതുകൊണ്ട് ഡയറക്റ്റ് എഴുതിയെന്ന് മാത്രം. അപ്പം വേറെ IM2 ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ഒരു ടേം ക്യാൻസലായി പോവും. അതായത് ടൈം ഇൻഫിനിറ്റി മീൻസ് സ്റ്റഡി സ്റ്റേറ്റിൽ ഈ ഒരു ടേം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിനെ ട്രാൻസിയൻ ടേം എന്ന് പറയും. അടുത്ത ബാക്കിയുള്ള ടേമാണ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിലും എക്സിസ്റ്റ് ചെയ്യുന്നത്, അതാണ് സ്റ്റഡി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? ഓവർ ഡാംപ്ഡ് ആയിരിക്കും. ഓക്കെ, ഓവർ ഡാംപ്ഡ് ആയിരിക്കും, എല്ലാം മാത്രമേ ഡാമ്പിങ് ഉണ്ടാവും, ഓവർ ഡാംപ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് കേസ് 3. ഓക്കെ, സമയം കുറവ്. കേസ് 3ൽ റൂട്ട്സ് ആർ ഇപ്പോൾ റിയലാണ്, ഈക്വലാണ്, റിയലാണ്, അൺഈക്വലാണ്. റൂട്ട്സ് റിയലായ കേസ് പറഞ്ഞു അല്ലേ. ഇനി റൂട്ട്സ് ആർ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ, റൂട്ട്സ് ഒരു കോംപ്ലക്സ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് 1 ബൈ എൽ സി ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ 2l the whole square plus 1 by LC minus r by 2l the whole square. അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ടേമിൻ്റെ കൂടെ ഒരു ആർ ബൈ 2l the whole square, അതായത് ആർ ബൈ 2l സ്ക്വയർ ആഡ് ചെയ്തു. അതുപോലെ എൽ സിയുടെ കൂടെ ഒരു ആർ ബൈ 2l മൈനസ് ചെയ്തു. അതായത് ഒന്നുമില്ല, ഒരു ആർ ബൈ 2l ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. ടോട്ടൽ എഫക്റ്റ് എന്തായിരിക്കും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതിൽ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ എന്ത് എഴുതി? ഒരു ആർ ബൈ 2l പ്ലസ് ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പോൾ നമ്മൾ എസ് പ്ലസ് സ്മോൾ ലെറ്റർ ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് എഴുതി. വേർ ഡി ഈസ് ഈക്വൽ ടു ആർ ബൈ 2l. ആർ ബൈ 2l നമ്മൾ ഡി എന്ന് കൊടുത്തു. അതുപോലെ ഒമേഗ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ എൽ സി മൈനസ് ആർ ബൈ 2l ദ ഹോൾ സ്ക്വയർ എന്നും കൊടുത്തു. അതായത് 2 ടേംസ് കൊടുത്ത് ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ്റെ ഓക്കെ എസ് പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, വേർ ഡി ഈസ് ഈക്വൽ ടു കിട്ടി, ഒമേഗ ഡിയും കിട്ടി. We have the formula of a second order differential equation. അപ്പോൾ ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഇതാണ് ഏതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെയും ഒരു ജനറൽ ഫോർമുല.
വേർ ഒമേഗ എൻ ഇസ് ഈക്വൽ ടു 1/√LC 1/√LC. അതുപോലെ 2 സീറ്റ ഒമേഗ എന്ന് പറയുമ്പം R/L. അതായത് ഈ ഒരു ജനറൽ ഇക്വേഷനും നമ്മുടെ ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു ഇക്വേഷനും നമ്മുടെ ഈ ഒരു ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുമ്പം എന്താ കിട്ടുന്നത്? S² + 2 സീറ്റ ഒമേഗ എൻ എസ്. അപ്പോൾ 2 സീറ്റ ഒമേഗ എന്ന് വരെ R/L. ഒമേഗ n² വരെ നമ്മൾ 1/LC ആയിരുന്നു. അതുകൊണ്ട് ഒമേഗ n² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒമേഗ n² 1/LC ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറയുമ്പോൾ 1/√LC ആയിരിക്കും. ഓക്കെ. അപ്പോൾ വി ആർ ഡിസൈനിങ് R&L ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമ്മൾ ഓരോ ഒമേഗ എൻ്റെയും അതുപോലെ സീറ്റ ഒമേഗ എന്നുമായിട്ട് മാറ്റി. ഓക്കെ. ഇനി എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് I(S) ഇസ് ഈക്വൽ ടു നമ്മളെ ഒമേഗ EM(L)(S) ഡിവൈഡ് ബൈ S² + ഒമേഗ² ഇൻറ്റു S² + R/L(S) + 1/LC എന്ന് കിട്ടി. എന്നിട്ട് ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാണ്. അപ്പോൾ അതിന് ഒരു സ്ക്വയറിൻ്റെ ടേമാണ്, ഇതും സ്ക്വയറിൻ്റെ ടേമാണ്. അപ്പോൾ ഈ ഒരു ടേമിനെ നമ്മൾ S + D² പ്ലസ് ഒമേഗ D² എന്നുള്ളൊരു സ്ക്വയർ ടേമാക്കി മാറ്റി. കാരണം റൂട്ട്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണെങ്കിൽ അല്ലേ. നമ്മൾ നേരത്തെ S + A² S + B എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ S² + ഒമേഗ² S + D² പ്ലസ് ഒമേഗ D². ഇങ്ങനെ 2 ടേമായിട്ട് എഴുതി. ഇനി ഇതിനെന്ത് ചെയ്തു? ഇത് നോക്കുക, S + D² ആണ്. ഇത് ഒരു ടേമാണ് പ്ലസ് ഒമേഗ². ഇത് രണ്ടും കൂടിയതാണ് ഡിനോമിനേറ്ററിലെ ഒരു ടേമായിട്ട് വരുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി എന്ത് ചെയ്തു? അതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി സ്പ്ലിറ്റ് ചെയ്തു. അപ്പം എന്താണ്? K1 S⁴ വരും മാക്സിമം. അതുകൊണ്ട് 4 ടേം ആണ്. K1S + K2 ഡിവൈഡ് ബൈ S + D² പ്ലസ് ഒമേഗ D² പ്ലസ് K3S + K4 ഇൻറ്റു നമ്മുടെ S² പ്ലസ് ഒമേഗ². അതായത് ഈ ഒരു മൊത്തം ഇക്വേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്താണ്? ഓൺ ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇക്വേഷൻ വി ഗെറ്റ് ദ ടൈം ഡൊമെയിൻ റെസ്പോൺസ്. നമ്മളിനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. അപ്പോൾ ഇതും എന്താണ്? ഇനി K1 കണ്ടുപിടിക്കണം. K1, K2, K3, K4 ഒക്കെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അത് കോംപ്ലക്സ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ട് ആൻസർ എടുത്ത് എഴുതിയിട്ടുള്ളത്. therefore I(t) is equal to I0 e⁻ dt sin ഒമേഗ dt പ്ലസ് തീറ്റ പ്ലസ് IM3. നമ്മൾ IM1 എന്ന് പറഞ്ഞു മാഗ്നിറ്റ്യൂഡ്, അപ്പോൾ IM2 എന്നും പറഞ്ഞു. അപ്പോൾ IM3 ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് 5. 5(1), 5(2), 5(3) നമ്മൾ റാൻഡമായിട്ട് എടുക്കുന്നു. ഓക്കെ. അതായത് ഈ ഒരു ഫോം, അത് ഏതൊരു കേസിലും സ്റ്റഡി സ്റ്റേറ്റ് പാർട്ട് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, സൈൻ ഉണ്ടാവും, ± ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും അല്ലേ. ട്രാൻസിയൻറ്റ് പാർട്ടിൽ എപ്പോഴും ഒരു e⁻ dt ഉണ്ടാവും. ഓക്കെ. അപ്പം കാരണം ട്രാൻസിയൻറ്റ് e⁻ dt ആകുമ്പോഴാണ് t = ആകുമ്പോൾ അല്ലേ, t = ആകുമ്പോൾ ഈ ഒരു ടേം 0 ആയിട്ട് പോകും. ഓക്കെ. IM3 is the maximum value of steady state current. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ ഓഫ് RLC സർക്യൂട്ട് ഫോർ സിനുസോയിഡൽ ഇൻപുട്ട് ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ. അത് കംപ്ലീറ്റ് റെസ്പോൺസ് ഓഫ് RLC സർക്യൂട്ടാണ് നമ്മളിപ്പം പറഞ്ഞത്. ഓക്കെ. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൻ്റെ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.